കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ഏറിയ നാളുകളായി നമ്മൾ കൊറോണ കാലഘട്ടം മുതൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ക്ലാസ്സുകൾ നടത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം സക്കറിയാവിൻ്റെ പുസ്തകമാണ് പഠിപ്പിച്ച് തീർത്തത്. അത് ഇന്നും യൂട്യൂബിൽ അനേകർ അത് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം ആരംഭിച്ചത്. ആ ക്ലാസ് 2-3 ആഴ്ചകൾക്ക് മുമ്പേ അവസാനിച്ചു. അതിപ്പോഴും പല ആളുകളും ആ വചനം യൂട്യൂബിൽ പഠിക്കുന്നുണ്ട്. ഇന്നും കൂടെ ഒരാളെന്നെ വിളിച്ച ആ കാര്യം സംസാരിക്കുകയുണ്ടായി. അതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ദൈവം അനുവദിച്ച നമ്മൾ ഇന്നു മുതൽ ദാനിയേലിൻ്റെ പുസ്തകത്തെ ബേസ് ചെയ്തുള്ള ക്ലാസ്സാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ മുഖവരിയായി ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവവചന പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ക്ലാസ് അവരുടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, അനേകർ സത്യം മനസ്സിലാക്കി ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീരണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ് അർത്ഥം. ദാനിയേൽ എന്ന് പറയുന്നത് ഒരു ഹീബ്രു ഒരു പദമാണ്. ദൈവത്തിനാണ് നീതിയും ന്യായവും തീരുമാനിക്കാനുള്ള പരമാധികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ വാക്കിന് അർത്ഥം കൊടുക്കാം. ദൈവത്തിന് മാത്രമേ നീതി എന്താണെന്നും ന്യായം എന്താണെന്നും തീരുമാനിക്കാനുള്ള പരമാധികാരം ദൈവത്തിനുള്ളതാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായും എടുത്തു പറയുന്ന 4 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ ഗോഡ് സോവറിറ്റി ഓവർ ദ കിങ്ഡം, സാമ്രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം. അതാണ് ഒന്നാമത്തെ ഇതിനകത്തുള്ള തീം എന്ന് പറയുന്നത്. ഏത് രാജ്യമായാലും ആ സാമ്രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം. രണ്ടാമത്തത്, ഈ പീഡനങ്ങളുടെയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നുണ്ട്. മൂന്നാമത്തത്, ഭാവിയിൽ ഒരു വിടുതൽ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നു. നാലാമത്തത്, ഇതിനകത്ത് പല കാര്യങ്ങളും സിംബോളിക്കായി പറഞ്ഞിട്ടുണ്ട്. സിംബോളിക് വിഷനിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുഴുവൻ രാജ്യങ്ങളുടെയും വളർച്ചയും ആ രാജ്യങ്ങളുടെ പലതിൻ്റെയും മതപ്പതനം, അതോടുകൂടെ ദൈവരാജ്യത്തിൻ്റെ വരവ് എന്നിങ്ങനെയുള്ളതായ മുഖ്യമാകുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, ദൈവരാജ്യം, അതിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ വിശ്വസ്തത. കഷ്ടങ്ങളുടെയും തീച്ചൂളയിൽ കൂടെ പോയാലും സിംഹക്കുഴിയിലിട്ടാലും അവിടെയുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത. മൂന്നാമത്തത്, ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു വിടുതൽ ഉണ്ട് എന്നും അതിനെക്കുറിച്ചൊരു പ്രത്യാശ നൽകുന്നു.
നാലാമത്തേത്, ഈ മുഴു രാജ്യങ്ങളുടെയും വളർച്ച, അതിൻ്റെ അധപ്പതനം, അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ വരവ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ദാനിയേൽ പ്രവചനത്തിൽ നമുക്കുടനീളം കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, ശൗല്, ദാവീദ്, സോളമൻ, ഈ മൂന്ന് പേരുടെ കാലഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഏകാധിപത്യമുള്ള ഒരു മൊണാർക്കിക്കൽ പീരീഡ് ആയിരുന്നു. ഒരു രാജ്യം, ഒരു രാജാവ്, ഇങ്ങനെയുള്ളതായ അതിൻ്റെ കീഴിലുള്ളതായ രാജ്യവും ഭരണവും ഒക്കെയായിരുന്നു. സോളമൻ്റെ മകൻ രഹോബയാം രാജാവായപ്പോൾ ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ കൂടുന്ന വടക്കേ രാജ്യമെന്നും 2 ഗോത്രങ്ങൾ ചേർന്ന തെക്കേ രാജ്യമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ശമരിയായിരുന്നു. തെക്കേ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ജെറുസലേമായിരുന്നു. വടക്കേ രാജ്യത്തെ ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തിന് യഹൂദ എന്നും പേരിട്ടിരുന്നു. ഇതിൽ BC 721 ഈ വടക്കേ രാജ്യത്തിലേക്ക് അസീറിയക്കാർ വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ അടിമകളായി അശൂരിലേക്കും അവർ ഏതെല്ലാം രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ടോ ആ രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് പിടിച്ച് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെ അന്ന് നാട് കടത്തപ്പെട്ടവരിൽ പലരും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെ കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അങ്ങനെ തലമുറകൾ പലത് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രവാസത്തിൽ പോകാതെ കിടന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മക്കളും അവിടുന്നും ഇറക്കുമതി ചെയ്തവരുടെ തലമുറയും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ മിക്സഡ് ജനറേഷൻ ഉണ്ടാകുകയും ചെയ്തു. അവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് ശമരിയക്കാർ, എന്നറിയപ്പെടുന്നത് ശമരിയക്കാര്. അവർക്കും ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ വിശ്വാസമുണ്ട്. അതിലവരെ വിശ്വസിക്കുന്നു. യഹോവയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് യേശുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ളതായ സംഭാഷണത്തിൽ ആദ്യം പറയുന്നു, ഈ യഹൂദനാണ്, യഹൂദന്മാർക്ക് ഇവരെ ഇഷ്ടമല്ല, ഇവരെ ജാതികളായി പുറം ജാതികളായി കണ്ടിരുന്നത് കൊണ്ട് യഹൂദന്മാർ ഈ ശമരിയ പട്ടണം ക്രോസ് ചെയ്ത് പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കെ നിനക്ക് എന്നോട് എങ്ങനെ വെള്ളം ചോദിക്കാൻ തോന്നും? അത് കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന മലയിൽ ഞങ്ങൾക്കുമുണ്ട് ആ മല, ഞങ്ങൾ അവിടെ പോയി ആരാധിക്കുന്നു. ഞങ്ങളുടെ പിതാവ് യാക്കോബ, ആ പിതാവായ യാക്കോബ് കുഴിച്ച കിണറാണിത് എന്നൊക്കെ അവൾ അവിടെ പാരമ്പര്യം മുഴുവനും എടുത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പം അന്ന് പറഞ്ഞാൽ അവർ പിതാക്കന്മാർ പണ്ട് ദൈവത്തെ യഥാർത്ഥമായി കണ്ടു ജീവിച്ചവരാണ്. എന്നാൽ കാലപ്പഴക്കത്തിൽ അവർ ഒരു മിക്സഡ് ഗ്രൂപ്പായി മാറ്റപ്പെട്ടു. എന്നാൽ ഈ മിക്സഡ് ഗ്രൂപ്പ് അങ്ങനെ പോകുമ്പോൾ അതിൽ ഒരുപാട് പേര് പ്രവാസത്തിലേക്ക് പോയി, അവരാരും മടങ്ങി വന്നിട്ടില്ല. വീണ്ടും 115 വർഷങ്ങൾക്ക് ശേഷം BC 606 യഹൂദ രാജ്യത്തിലേക്ക് നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരികയാണ്. ആദ്യത്തെ വരവാണത്. ഇവിടേക്ക് വരുന്നു, അടിമകളായി അനേകരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അന്ന് ആരംഭിച്ച
ബാബിലോണിലേക്ക് കൊണ്ടുപോയി അന്നു മുതലുള്ള 70 വർഷം ഇസ്രായേൽ ജനം പ്രവാസത്തിലായിരുന്നു. 70 വർഷം പ്രവാസികളായി പാർത്തു എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അശൂരായിരുന്നു ഒരു കാലഘട്ടത്തിലെ ശക്തി കേന്ദ്രം, അവരായിരുന്നു പവർഫുൾ. എന്നാൽ ബാബിലോൺ ശക്തി ആർജിച്ചു, അശൂരിനെ കീഴടക്കി. അങ്ങനെ ബാബിലോൺ ഒരു സാമ്രാജ്യ ശക്തിയായി തീർന്നു. അങ്ങനെ ശക്തി ആർജിച്ചു നിൽക്കുമ്പോൾ അടുത്തൊരു സാമ്രാജ്യ ശക്തിയായിരുന്നു ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അത് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫറവോ നെക്കോ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ഒരു മിടുക്കനായിരുന്നു. ഇസ്രായേൽ ജനം കൂടെ കൂടെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഒരു ഫറവോ നെക്കോവുമായിട്ട് ഒരു യുദ്ധം ബാബിലോൺകാർക്കുണ്ടാകുന്നു. ആ യുദ്ധം കാർക്കമിഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തി. ആ യുദ്ധത്തിലാണ് നെബൂഖദ്നേസർ ജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം BC 605 ഈ നെബൂഖദ്നേസർ വീണ്ടും കടന്നു വരുന്നു. ഇവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആദ്യമായി വന്ന് BC 606 ഇവരെ വന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന രാജാവ്, അഥവാ യഹൂദ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് യഹോവയാക്കീം എന്ന് പറയുന്ന രാജാവായിരുന്നു. ആ രാജാവിനെ അവർ അടിമയായി പിടിച്ചുകൊണ്ട് പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ച് കുറെ ചെന്നപ്പോഴാണ് അറിയുന്നത് തൻ്റെ പിതാവ് മരിച്ചു എന്നുള്ള വിവരം അറിയുകയും വീണ്ടും ഈ യഹോവയാക്കീമിനെ ഈ രാജസ്ഥാനത്ത് ആക്രമണം ചെയ്തിട്ട് ഇതൊക്കെ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പൊൻപാത്രങ്ങളും മറ്റും ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയി. ആദ്യത്തെ വരവിൽ രാജാവിനെ കൊണ്ടുപോകാൻ നോക്കി, തിരികെ വിട്ടു. എന്നാൽ ആലയത്തിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാത്രങ്ങൾ എടുത്തു. കൂടാതെ തൻ്റെ പ്രധാന ഷണ്ണാധിപന്മാരിൽ ഒരാളോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ രാജകുലത്തിൽ പിറന്നവരെ, കുലീനന്മാരെ, അംഗഭംഗമില്ലാത്ത സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണരുമായ നല്ല അറിവിൽ സമർത്ഥരായിരിക്കുന്ന കുറെ ആളെ നീ തെരഞ്ഞെടുത്തിട്ട് അവരെയും കൂടെ ബാബിലോണിലേക്ക് നീ കൊണ്ടുവരണം. അവിടെ കൊണ്ടുവന്ന് അവരെ കൽദയുടെ ഭാഷയും അവിടുത്തെ വിദ്യയും അവരെ അഭ്യസിപ്പിക്കണം. അങ്ങനെ ആ ആദ്യത്തെ വരവിൽ തന്നെ ഈ ആലയത്തിലെ പാത്രങ്ങൾ എല്ലാമല്ല, കുറേ പാത്രങ്ങൾ ഈ രാജകുടുംബത്തിലും കുലീനതയിലും അംഗഭംഗമില്ലാത്ത മിടുക്കന്മാരായിരിക്കുന്ന യുവാക്കന്മാരെ കണ്ടുപിടിച്ചിട്ട് അവരെ അവിടെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ പോയതാണ് ദാനിയേലും ശദ്രക്ക് മേശക്കൊക്കെ പറയുന്ന യഹൂദ ബാലന്മാർ. ആ കൂട്ടത്തിൽ ബാബേലിൽ പ്രവാസത്തിലേക്ക് പോയതാണ്. ആദ്യത്തെ വരവിൽ തന്നെ പോയവരാണ്. ഇനി യഹോവയാക്കീമിനെ നെബൂഖദ്നേസർ ഈ സ്ഥാനത്ത് അവരോധിച്ചിട്ട് പോയി. എന്നാൽ അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ശേഷം യഹോവയാക്കീൻ എന്ന് പറയുന്ന വ്യക്തി രാജാവായി.
അദ്ദേഹം രാജാവായി 3 മാസമേ ഭരിച്ചുള്ളൂ. 3 മാസം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ബാബിലോൺകാർ ഈ രാജ്യം ആക്രമിക്കാൻ BC 598 വരുന്നുണ്ട്. BC 598. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. നെബൂഖദ്നേസർ രാജാവ് വരുന്നു. ഇവിടുന്ന് യഹോവയാക്കീനെയും, രാജാവായിരിക്കും യഹോവയാക്കീൻ, മറ്റ് പ്രഭുക്കന്മാർ, ശക്തന്മാരായ കുറേ ആളുകൾ, ഏകദേശം 10,000 പേരെ, കൂടാതെ 1000 ആശാരിമാരെയും കൊല്ലന്മാരെയും ഒക്കെ ചേർത്ത് മിടുക്കന്മാരായിരിക്കുന്ന 10,000-ൽ പരം ആളുകളെ ബദ്ധരാക്കി അദ്ദേഹം കൊണ്ടുപോയി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും ഈ പുസ്തകത്തിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ ബാബിലോണിയൻ അടിമക്കാലത്ത് ബാബിലോണിലെ യഹൂദന്മാരുടെ പ്രവാസകാലം, അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ്. യെരുശലേമിനെ കീഴടക്കിയ ശേഷം നിരവധി ഇസ്രായേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. യഹൂദന്മാരുടെ സ്വന്തം നാട് നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു, എല്ലാ സേഫ്റ്റിയും നഷ്ടപ്പെട്ടു, സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഫാമിലി വരെ നഷ്ടപ്പെട്ടു. ഒറ്റപ്പെട്ടവരായി അവരിൽ പലരും പ്രവാസത്തിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി തീർന്ന ഒരു ഗ്രൂപ്പായി മാറി. ഇനി മറ്റൊരു കാര്യം, ഈ യഹൂദന്മാർക്ക്, പ്രവാസത്തിലേക്ക് പോയവർക്ക്, അവർ കുറേ ആളുകൾക്ക് രാജകീയമാകുന്ന പരിശീലനവും വിദ്യയും അഭ്യസിപ്പിക്കാനുള്ളതായ ക്രമീകരണങ്ങൾ ലഭിച്ചു. യഹൂദന്മാർ ബാബിലോണിയൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ മടിയിൽ എല്ലാം നടന്നില്ല. എന്നാൽ നമ്മൾ എഗസ്കേലിൽ കണ്ടായിരുന്നു, അവർ അവിടുത്തെ ആചാരങ്ങളും രീതികളും പഠിച്ചിരുന്നു. തലമുറകൾ മാറിയപ്പോൾ അവർ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അകത്ത് ഒരു മൈനോറിറ്റി വേണമെന്ന് പറയാം, ഒരു ചെറിയ മതസാംസ്കാരികമാകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു യഹൂദന്മാർ എന്ന് പറയപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറയുന്ന മൈനോറിറ്റീസ് എന്ന് വിളിക്കുന്ന പോലെ ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിനകത്തുള്ള ഒരു മൈനോറിറ്റി ഗ്രൂപ്പായി ഇസ്രായേൽ യഹൂദ ജനം തീർന്നു. രാജകൊട്ടാരത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാസമ്പന്നരായിരുന്ന യുവാക്കളുണ്ട്. അതിൽ ദാനിയേലും സുഹൃത്തുക്കളും ഉൾപ്പെട്ടു. ഇതിലൂടെ അവർക്ക് സമൂഹത്തിൽ ഒരു പദവി ലഭിച്ചു. കാരണം ദാനിയേലിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, നല്ലൊരു പദവിയിലേക്ക് അവരെല്ലാം മാറ്റപ്പെട്ടു. അവരെല്ലാം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനങ്ങളിലേക്ക് അവർ മാറ്റപ്പെട്ടു. എന്നാൽ അവർ സ്ഥാനങ്ങളിൽ ഉയർത്തപ്പെട്ടു, രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ആളുകളായി മാറി. ഒന്നുകൂടി പറഞ്ഞ, രാജാവിൻ്റെ ഉപദേശക സമിതിയിലകത്തെ പ്രധാനപ്പെട്ട ആളുകളായി മാറി. യഹൂദയിൽ നിന്നും കൊണ്ടുവന്നവരിൽ ഇവർ ചിലർ രാജാവിൻ്റെ ആലോചന സമിതിക്കകത്തെ കൗൺസിൽ മെമ്പേഴ്സായി മാറി. ആ നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നാൽ ഈ
നിലയിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഇവർ ചിലർ, എല്ലാവരുമല്ല, ചിലർ വിശ്വാസത്തിന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സമ്മർദ്ദം ധാരാളമുണ്ടെങ്കിലും ശരി, അവർ അതിന് വിധേയമായില്ല. അവർ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് തന്നെ ജീവിച്ചു. ഇത്രയും ഉയർത്തപ്പെട്ടെങ്കിലും അവർ പഠിച്ചു വന്നതും ആചരിക്കുന്നതുമാകുന്ന പ്രമാണങ്ങൾ പ്രമാണിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ സമ്മർദ്ദം ജീവിതത്തിലുണ്ടെങ്കിലും ശരി, അവർ അതിന് പ്രാധാന്യം കൊടുക്കാതെ അവർ കേട്ടതും പഠിച്ചതുമാകുന്ന ദൈവിക പ്രമാണത്തിന് പ്രാധാന്യത കൊടുത്തു ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും വിശ്വാസ സംബന്ധമാകുന്ന വിഷയങ്ങൾക്ക് അവർ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർക്കശമായി തന്നെ അവർ പിടിച്ചു നിന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവിടെ മതപരമാകുന്ന പശ്ചാത്തലം, രണ്ട് ഗ്രൂപ്പുകളാണ്. ഒന്ന് ബാബിലോൺകാരെ, മറ്റൊന്ന് യഹൂദാജി ഗ്രൂപ്പ്. ബാബിലോൺകാരെ സംബന്ധിച്ച് അവർ ഒരു ബഹുദൈവ വിശ്വാസികളാണ്, പോളിത്തീസ്റ്റിക്. അവർക്ക് പ്രധാനപ്പെട്ടതായി 3 ദേവന്മാരുണ്ട്. ഒന്ന് മർദൂക്ക്, 2 ബേൽ, 3 നെബോ. ഈ 3 പ്രധാനപ്പെട്ട ദേവന്മാർ അവർക്കുണ്ടായിരുന്നു. മർദൂക്ക്, ബേൽ, നെബോ, ഈ 3 ദൈവങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. അപ്പോൾ ഈ ബഹുദൈവാരാധന മതവും ഏകദൈവാരാധന മതവും തമ്മിലുള്ളതായ ശക്തമായ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ ഇടയിൽ വലിയ സമ്മർദ്ദങ്ങൾ ഇവർക്കുണ്ടെങ്കിലും ശരി, അതിനെയെല്ലാം അതിജീവിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇനി ഈ രാജ്യം ഒരു വികസിത രാജ്യമാണ്. സംസ്കാരം വികസിതമായിരുന്നു, എഡ്യൂക്കേഷൻ വളരെ വികസിച്ചതായിരുന്നു. നമുക്കറിയാം, രാജാവ് ഉണ്ടാക്കിയ ഹാങ്ങിങ് ഗാർഡൻ, തൂക്കുവനങ്ങൾ തന്നെ ആ കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പം എല്ലാ നിലകളിലും സാംസ്കാരികമായും സൈനികപരമായി എല്ലാ നിലകളിലും ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ബാബിലോൺ ഗ്രൂപ്പ്. പ്രധാനമായും 4 കാര്യങ്ങളിൽ അവർ ഉന്നതന്മാരായിരുന്നു എഡ്യൂക്കേഷൻ പരമായിട്ട്. ഒന്ന്, അസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അവർ അഗ്രഗണ്യന്മാരായിരുന്നു. രണ്ടാമത്തത് അസ്ട്രോളജി, ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുമ്പോൾ മന്ത്രവാദത്തിലൂടെ മറ്റും കാര്യങ്ങൾ പ്രവചിച്ച് പറയുക, അങ്ങനെയുള്ള അനുഭവങ്ങൾ, അതിൽ അവർ മുൻപിലായിരുന്നു. മറ്റൊന്ന് മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൽ അവർ മുൻപിലായിരുന്നു. മറ്റൊന്ന് ഭാഷാപരമായും സാഹിത്യപരമായും അവർ ഉന്നതിയിലെത്തിയിരുന്നു. ഈ 4 തരത്തിലുള്ളതായ വിദ്യാഭ്യാസത്തിൽ അവർ ഉന്നതരായിരുന്നു. ഒന്ന്, വാനഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ അസ്ട്രോണമി. 2, അസ്ട്രോളജി. 3, മാത്തമാറ്റിക്സ്. 4, ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളിൽ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. ഇത്രയുമാണ് ഇവരുടെ പശ്ചാത്തലം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനിയും ഈ ദാനിയേലിനും കൂട്ടർക്കും
ആ രാജ്യത്തെ ഭരണപരമായിരിക്കുന്ന നിയമത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമുള്ളതായ ഒരു നല്ല പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനി പതുക്കെ പുസ്തകത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാരംഭിക്കാം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോവയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. ഓക്കെ, ആദ്യം ഇതിനകത്ത് ദാനിയേലിനെ കുറിച്ച് നോക്കാം. BC 606 ആദ്യമായി നെബൂഖദ്നേസർ വരുന്നത്. വേദപണ്ഡിതന്മാരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദാനിയേൽ പ്രവാസത്തിൽ പോകുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലാണ് പ്രവാസത്തിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടീനേജ് പ്രായത്തിലാണ് നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്നു പ്രവാസികളെ അനേകരെ പിടിച്ചുകൊണ്ട് പോകുന്നു. 2, ദാനിയേൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ചവനാണ്. യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ. ദാനിയേൽ രാജകൊട്ടാരത്തിൽ അവിടുത്തെ ഒരു പ്രധാന അധിപതിയായി രാജാവിൻ്റെ ആലോചന സമിതിയിൽ നിൽക്കുന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രധാന ആളായി മാറുന്നു. നെബൂഖദ്നേസർ രാജാവിന് ശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യം അധികാരത്തിൽ വരുമ്പോഴും ദാനിയേൽ ആ രാജ കൊട്ടാരത്തിനകത്ത് ഒരു നല്ല പൊസിഷനിൽ മുൻപോട്ട് പോകുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ നിലയിൽ ദാനിയേൽ മുൻപോട്ട് പോകുമ്പോൾ അതോടൊപ്പം പ്രവാസത്തിലേക്ക് പോയ ഒരാളാണ് യെഹെസ്കേൽ. യെഹെസ്കേൽ രാജകൊട്ടാരത്തിലല്ല വളർന്നത്. യെഹെസ്കേൽ പോയത് കേബാർ നദിയുടെ തീരത്ത് മറ്റ് പ്രവാസികളായി കൊണ്ടുപോയതിൻ്റെ നടുവിലാണ് യെഹെസ്കേൽ പാർത്തത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ദാനിയേലും പോയത് പ്രവാസത്തിലേക്ക്, യെഹെസ്കേൽ പോയതും പ്രവാസത്തിലേക്ക്. ദാനിയേൽ രാജകുടുംബത്തിൽ പിറന്ന വ്യക്തി, യെഹെസ്കേൽ പുരോഹിത കുടുംബത്തിൽ പിറന്ന വ്യക്തി. ദാനിയേലിന് അവിടെ ചെല്ലാൻ സകല ജ്ഞാനവും വിദ്യയൊക്കെ ബാബിലോൺകാർ പരിശീലിപ്പിച്ചു. അതിൽ ജ്ഞാനമുള്ളവനായി തീർന്നു. എന്നാൽ യെഹെസ്കേലിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. മറ്റൊന്ന്, രണ്ട് പ്രവാസത്തിൽ പോയതാ, 2 യഹൂദന്മാരാ. പക്ഷേ സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമുണ്ടായി, പാർക്കുന്ന വസതികൾക്ക് വ്യത്യാസമുണ്ട്. മറ്റവൻ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ സകലവിധമാകുന്ന സുഖസൗകര്യങ്ങളോട് ജീവിക്കുന്നു. യെഹെസ്കേൽ പ്രവാസികളുടെ കൂട്ടത്തിൽ കേബാർ നദിയുടെ തീരത്ത് ഇങ്ങനെ ഒരു അഭയാർത്ഥിയെ പോലെ ജീവിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക, എന്താണ് ഈ 2 പ്രവാചകന്മാരല്ലേ, 2 ദൈവത്തോട് നിന്നവരല്ലേ, എന്തിനാ ദൈവം ഒരുത്തനെ രാജകൊട്ടാരത്തിലും മറ്റവനെ മരുഭൂമിയിലും വിട്ടത് എന്തിനാണ് എന്ന് ചോദിക്കാം.
നമ്മളും മനുഷ്യ നിലയിൽ പലപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. നമ്മുടെ കൂടെ ജനിച്ചവർ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഈ നില കമ്പയർ ചെയ്തിട്ട് പറയും, അവൻ ആ നിലകളിലൊക്കെ ഉയർത്തപ്പെട്ടു, ഞാൻ ഈ നിലകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്താഗതി മനുഷ്യരാകുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയും ചോദ്യമാണ്. അതൊരു ഉത്തരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് അങ്ങനെ ചെയ്യാൻ സംഭവിക്കാൻ കാര്യം? കാരണം രണ്ടുപേരുടെയും ദൗത്യം രണ്ടാണ്. രണ്ടുപേരെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വ്യത്യാസമായിരുന്നു. രണ്ടുപേരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വ്യത്യാസമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യാസമായിരുന്നു. ദാനിയേലിനെ സംബന്ധിച്ച് രാജകൊട്ടാരത്തിൻ്റെ അകത്ത് വളർന്നു, അതിൻ്റെ അകത്ത് ജീവിച്ച് അതിലൂടെ രാജ്യത്തിലെ പ്രധാന വ്യക്തിയായി തീരണമെന്നും അവന് ലഭിച്ച സ്ഥാനങ്ങളിലൂടെ അവൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണമെന്നും ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു അത്. അതുകൊണ്ടാണ് ദൈവം ദാനിയേലിനെ നേരെ കൊണ്ടുപോയി പാർപ്പിച്ചത് ബാബേൽ പ്രവാസികൾ പാർക്കുന്ന കേബാർ നദീരത്തല്ല, അവനെ പാർപ്പിച്ചത് രാജകൊട്ടാരത്തിനകത്താണ്. അപ്പോൾ അവനെക്കുറിച്ചുള്ള പ്ലാനും അവൻ്റെ ദൗത്യവും രാജകൊട്ടാരത്തിൻ്റെ അകത്തായിരുന്നു. കൂടാതെ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചും വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചും ബാബിലോൺ രാജ്യത്തെക്കുറിച്ചും മറ്റ് സാമ്പ്രദായ ശക്തികളെക്കുറിച്ചുമുള്ളതായ ഒരു ശ്രേഷ്ഠമേറിയ ദർശനം പ്രാപിച്ച് അത് ജനത്തിന് കൊടുക്കുന്ന ദൗത്യമായിരുന്നു ദാനിയേലിനെ സംബന്ധിച്ച്. എന്നാൽ യെഹെസ്കേലിനെ സംബന്ധിച്ച് അതല്ല. യെഹെസ്കേലിന്റെ ശുശ്രൂഷ രാജകൊട്ടാരത്തിലല്ല. യെഹെസ്കേലിന്റെ ശുശ്രൂഷ പ്രവാസികളായി പാർക്കുന്ന ജനത്തിനിടയിലായിരുന്നു അവൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് ദൈവം അവനെ പാർപ്പിച്ചത് പ്രവാസികളുടെ കൂട്ടത്തിൽ കേബാർ നദിയുടെ തീരത്താണ്. അപ്പോൾ ദൈവം നമ്മളെ വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ കടത്തി വ്യത്യസ്തമാകുന്ന അനുഭവങ്ങൾ കൊണ്ട് പാർപ്പിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കല്ലേ, അവനെന്തിനാ അങ്ങനെ കൊടുത്തത്, എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കുവാൻ സാധ്യമല്ല. കാരണം അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും ദൗത്യം രണ്ടാണ്. രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുന്നതായ അവരുടെ ജോലി രണ്ടാണ്. രണ്ടുപേർക്കുമുള്ള ദൗത്യം രണ്ടിടത്താണ്, രണ്ട് വിധത്തിലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രൊമോഷനും മറ്റുള്ളവരുടേതായ ഭൗതിക നന്മകൾ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്നെയും അതുപോലെ ആക്കണമെന്ന് ആരും പ്രാർത്ഥിക്കല്ലേ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം നിന്നെ ഏൽപ്പിച്ച ദൗത്യം മറ്റൊന്ന്, നിന്നോടുള്ള വിളി മറ്റൊന്ന്, നിന്നോടുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി മറ്റൊന്ന്. രണ്ടും പ്രവാസത്തിൽ പോയാലും ശരി, യെഹെസ്കേലിനോടുള്ള ബന്ധത്തിൽ യെഹെസ്കേലിൻ്റെ ജോലി മുഴുവൻ പ്രവാസത്തിൽ പാർക്കുന്ന ജനത്തോട് ദൂതറിയിക്കുക, അവിടെ കിടക്കുന്ന ജനത്തോട് അവരെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി കൊടുക്കുക, അവിടെ കിടക്കുന്ന ജനത്തോട് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന വലിയ രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രത്യാശയിലേക്ക് ആ ജനത്തെ നയിക്കുക. അതായിരുന്നു യെഹെസ്കേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ദാനിയേലിനെ കുറിച്ച് അതല്ലായിരുന്നു. ദാനിയേലിൻ്റെ ജോലി കൊട്ടാരത്തിൻ്റെ അകത്ത് ആ രാജ്യത്തെക്കുറിച്ചും വരുവാനുള്ള സകല ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുമുള്ളതായ ഒരു ശ്രേഷ്ഠമേറിയ വെളിപ്പാട് പ്രാപിച്ചെടുത്ത് ജനത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് വ്യത്യസ്തം. അതുകൊണ്ട് രണ്ടുപേരും പ്രവാസത്തിലേക്ക് പോയാലും രണ്ടുപേരും ഡ്യൂട്ടി രണ്ട് വിധത്തിലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രി ഇവിടെ നിർത്തുകയാണ്. ഇനിയും നമ്മുടെ മുമ്പിൽ 2 മിനിറ്റോടെ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്തിൽ പ്രാർത്ഥിച്ച് നിർത്തണം. ഞാൻ
ഓർപ്പിച്ചുണർത്തുന്ന കാര്യം, ഒന്ന്, ദൈവം നമ്മളെ എവിടെയാക്കുന്നുവോ ആ സ്ഥാനത്ത് നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുക. അതാണ് നിന്റെ ഉത്തരവാദിത്വം. മറ്റുള്ളവർ എങ്ങനെ പോകുന്നു, മറ്റുള്ളവർ എങ്ങനെ വരുന്നു, അതിനെ നോക്കി വ്യാകുലപ്പെട്ടാൽ നിന്റെ ആയുസ് മുഴുവൻ വ്യാകുലപ്പെട്ടിരിക്കത്തേ ഉള്ളൂ. എന്നാൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സോണിൽ അവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്നോട് ചോദിക്കത്തില്ല, ദാനിയേലിനെ പോലെ നീ എന്താ ആകാഞ്ഞതൊന്നും ചോദിക്കത്തില്ല. നിന്നോട് ചോദിക്കുന്നത്, നിന്നെ ഏൽപ്പിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചോ, നിന്നെ ആക്കിയെടുത്ത സ്ഥാനത്ത് നിൻ്റെതായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തോ, അതാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നമുക്ക് ദൈവത്തെ സേവിക്കാം. ഈ ദാനിയേൽ പുസ്തകം നമുക്ക് തുടർന്ന് പഠിക്കാം. ഇന്ന് രാത്രിയിൽ ഈ പഠനം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുസരിച്ച് ബാക്കി ഭാഗം ഇതേ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അതുവരെ ദൈവം നമ്മെ അവിടങ്ങളിൽ ഭദ്രമായി പരിപാലിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ കൂടി വന്ന നിമിഷം മുതൽ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി പാടുവാൻ, നടത്തുവാൻ പ്രിയ സന്നദ്ധയും ബലപ്പെടുത്തിനായി സ്തോത്രം. ഈ ദൈവജന പഠന ക്ലാസ് പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ അവിടുത്തെ വിലപ്പെട്ട ഭൃത്യനെ ഈ രാത്രി കൂട്ടിക്കൊണ്ടത് കൃപയ്ക്കായി സ്തോത്രം. നിന്റെ വചനം വായിച്ചതിന് പ്രിയ പെങ്കി സിസ്റ്റർ കർത്താവ് ബലപ്പെടുത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരേത് അനുഭവത്തിൽ കടന്നുപോയാലും ശരി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി അവരെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധിയുണ്ടോ അതിനൊക്കെ നേർക്ക് വിടുതലും ആശ്വാസം നൽകി ദൈവ ജയത്തോടെ നടത്തണമേ. ഞങ്ങളിത് രാത്രി പഠിച്ചതുപോലെ മറ്റുള്ളവരെ നോക്കാനല്ല, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നിടത്ത്, ഞങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ഒരുക്കിയെടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ കൃപകളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.